നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. യൂണിവേഴ്സിറ്റി 6th സെമ്മിൻ്റെ റിസൾട്ട് ഇന്ന് വന്നു. കേരള യൂണിവേഴ്സിറ്റി 6th സെമ്മിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ആഴ്ച കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. കേരള യൂണിവേഴ്സിറ്റി PG 2nd സെമ്മിൻ്റെ വാല്യുവേഷൻ അവസാനിച്ചിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് അടുത്ത ആഴ്ചകളിൽ പ്രതീക്ഷിക്കാം. PG 3rd സെമ്മിൻ്റെ വാല്യുവേഷൻ ബുധനാഴ്ച തൊട്ട് ആരംഭിക്കുന്നതാണ് കേരള യൂണിവേഴ്സിറ്റി. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി PG 1st സെമ്മിൻ്റെ വാല്യുവേഷൻ ആരംഭിച്ചിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി PG 1st സെമ്മിൻ്റെ പരീക്ഷ അവസാനിച്ചിരിക്കുന്നു. ഇനി 4 സബ്ജക്റ്റുകളുടെ മാത്രം നാളെ പരീക്ഷ തീരുന്നതാണ്. ബാക്കി വാർത്തകൾ നമുക്ക് നോക്കാം. ആദ്യം യൂണിവേഴ്സിറ്റി പരീക്ഷാഫലം 3ാം സെമസ്റ്റർ MA മലയാളം റിസൾട്ട് വന്നു. സ്കൂൾ ഓഫ് എനർജി മെറ്റീരിയൽസ് മാർച്ച് നടത്തിയ 3ാം സെമസ്റ്റർ MTech എനർജി സയൻസ് ആൻഡ് ടെക്നോളജി റിസൾട്ട് വന്നു. പരീക്ഷാ തീയതി 2ാം സെമസ്റ്റർ BHMൻ്റെ സിവിൽ സർവീസ് പരിശീലനം. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഏഷ്യൻ റാങ്ക് യൂണിവേഴ്സിറ്റി 3ാമത്. 2nd സെമസ്റ്റർ ഡിഗ്രിയുടെ ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. യൂണിവേഴ്സിറ്റി നമ്മൾ കണ്ടു. 4th സെമസ്റ്റർ PG UG 2nd സെമസ്റ്റർ UG PG ഫീ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി 1st ആൻഡ് 2nd സെമസ്റ്റർ പ്രൈവറ്റ് രജിസ്ട്രേഷൻ BA BComൻ്റെ പരീക്ഷാ ഫീസ് വിജ്ഞാപനം വന്നിട്ടുണ്ട്. UGC നെറ്റ് JRF തീവ്ര പരിശീലന പരിപാടി. പ്രാക്ടിക്കൽ 4ാം സെമസ്റ്റർ BHMൻ്റെ പ്രാക്ടിക്കൽ 4ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡാറ്റാ സയൻസിൻ്റെ ദുരന്ത നിവാരണത്തിൽ നൂതന സംവിധാനങ്ങളുടെ സാധ്യതകൾ പരിശീലന പരിപാടി. 1-2 സെമസ്റ്റർ BA BCom പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ ഫീസ് അടയ്ക്കാൻ 6ാം സെമസ്റ്റർ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ റെഗുലർ സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷയുടെ വൈവ ഡേറ്റുകളൊക്കെ. 4ാം സെമസ്റ്റർ BEdൻ്റെ ഫീ നോട്ടിഫിക്കേഷന്. 2ാം സെമസ്റ്റർ ഡിഗ്രി ഫീ നോട്ടിഫിക്കേഷൻ. സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട് നടത്തുന്ന 7 മുതൽ 10 വരെ സെമസ്റ്റർ പഞ്ചവത്സര BBA LLBയുടെ മേഴ്സി ചാൻസ് പരീക്ഷയുടെ ഫീസ് അടയ്ക്കാൻ. 4ാം സെമസ്റ്റർ BVOC പരീക്ഷ. 4ാം സെമസ്റ്റർ MBA പരീക്ഷ. 3ാം സെമസ്റ്റർ MSc ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. അഫിലിയേറ്റഡ് കോളേജ് നടത്തുന്ന 1ാം സെമസ്റ്റർ ത്രിവത്സര LLB ഫീസ് അതിൻ്റെ പരീക്ഷ ഡേറ്റ് മേഴ്സി ചാൻസ് പരീക്ഷയുടെ. പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് BA LLB BBA LLB BCom LLB പരീക്ഷ മെയ് 27-നും 1ാം സെമസ്റ്റർ പരീക്ഷകൾ മെയ് 28-നും ആരംഭിക്കും. 9ാം സെമസ്റ്ററാണ് മെയ് 27, 1ാം സെമസ്റ്റർ മെയ് 28. സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട് നടത്തുന്ന 1, 2, 3, 4 സെമസ്റ്റർ ത്രിവത്സര LLB സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷകൾ മെയ് 22-ന് ആരംഭിക്കും. കേരള യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനത്തിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ കോളേജുകളിൽ ഓട്ടോണമസ് കോളേജുകളുടെ PG അഡ്മിഷനുകളും ആരംഭിച്ചിട്ടുണ്ട്. MSW അപേക്ഷ ക്ഷണിച്ചു. വൈവ OC 3-4 സെമസ്റ്റർ MA ഇംഗ്ലീഷിൻ്റെ പ്രൈവറ്റിൻ്റെ പരീക്ഷാഫലം. അഫിലിയേറ്റഡ് കോളേജ് നടത്തുന്ന ഇൻ്റഗ്രേറ്റഡ് MA MSc പ്രോഗ്രാമുകളുടെ 5ാം സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് വന്നു. 4 വർഷ ബിരുദ കോഴ്സ്. PhD കോഴ്സ് വർക്ക് ക്ലാസ് മെയ് 23, 24, 29, 30 തീയതികൾ 2 ബാച്ചായിട്ട്. ഡ്രോൺ സാങ്കേതിക വിദ്യ സർട്ടിഫിക്കറ്റ് കോഴ്സിന് അപേക്ഷിക്കാൻ വന്നു. ബിരുദ ഓണേഴ്സ് ഏകജാല പ്രവേശനത്തിന് അപേക്ഷിക്കാൻ വന്നിട്ടുണ്ട്. പരീക്ഷകൾ അപേക്ഷിക്കാൻ 3ാം സെമസ്റ്റർ MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ്റെ. 6ാം സെമസ്റ്റർ BVOC വിഷ്വൽ മീഡിയ ആൻഡ് ഫിലിം മേക്കിങ് പരീക്ഷാ തീയതി 1 മുതൽ 4 വർഷ BSc നേഴ്സിംഗ് സപ്ലിമെൻ്ററി പരീക്ഷയുടെ ജൂൺ 3-ന് ആരംഭിക്കും പരീക്ഷ. പ്രാക്ടിക്കൽ 1-2 സെമസ്റ്റർ MFAയുടെ പരീക്ഷാഫലം. 2ാം സെമസ്റ്റർ ത്രിവത്സര യൂണിറ്ററി LLB. 3ാം സെമസ്റ്റർ MSc കമ്പ്യൂട്ടർ സയൻസ്. 4ാം സെമസ്റ്റർ MEd BCom ആനുവൽ സ്കീമിൻ്റെ മേഴ്സി ചാൻസ്. MG ബിരുദ ഏകജാലകം UG ക്യാപ് ഷെഡ്യൂള് വന്നിട്ടുണ്ട്. പ്രോസ്പെററ്റസ് വന്നിട്ടുണ്ട്. അത് നോക്കി സൂക്ഷിച്ച് വായിച്ചതിന് ശേഷം അപേക്ഷിക്കുക. 1ാം അലോട്ട്മെൻറ്റ് ജൂൺ 18-ന്. ക്ലാസ് ജൂൺ 1-ന് ആരംഭിക്കും. യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം സൈറ്റ് നോക്കി കൂടുതൽ മനസ്സിലാക്കുക.
അപേക്ഷക ഓപ്ഷനുകൾ നൽകുമ്പോൾ സർവകലാശാല വെബ്സൈറ്റിലെയും പ്രോസ്പെക്ടസിലെ പ്രോഗ്രാം സ്പെഷ്യലൈസേഷനുകൾ പരിശോധിച്ച് ഓപ്ഷൻ നൽകണം. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. പ്രവേശന പരീക്ഷ പഠന വകുപ്പുകളിലെ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ മെയ് 20 മുതൽ 24 വരെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, ചെന്നൈ, ഡൽഹി സെൻറ്ററുകളിൽ നടത്തുന്നു. പരീക്ഷാ വിജ്ഞാപനം 4ാം സെമസ്റ്റർ ബിടെക് പാർട്ട് ടൈം റീസ്ട്രക്ചേർഡ് കോഴ്സിൻ്റെ പാർട്ട് 1-2 BA അബ്സുല്ലാമ BCom ആനുവൽ വിദൂര വിദ്യാഭ്യാസ സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷ ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. പരീക്ഷാ തീയതി പുനഃക്രമീകരിച്ചു. 6ാം സെമസ്റ്റർ BSc മാത്തമാറ്റിക്സിൻ്റെ 15, 16, 17 തീയതികളിലെ പ്രോജക്റ്റ് വൈവ ഡേറ്റുകൾ മെയ് 20, 21, 22 തീയതികൾ മാറ്റി. 6ാം സെമസ്റ്റർ യൂണിറ്ററി BSc ഫിസിക്സ് വിത്ത് മാത്തമാറ്റിക്സ് ആൻഡ് മെഷീൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ പ്രോജക്റ്റ് വൈവ ഡേറ്റ്. 6ാം സെമസ്റ്റർ BSc ജിയോഗ്രഫിയുടെ പ്രാക്ടിക്കൽ ഡേറ്റ്. 8ാം സെമസ്റ്റർ BTechൻ്റെ പരീക്ഷാഫലം. 2ാം സെമസ്റ്റർ MA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പ്രാക്ടിക്കൽ പ്രോജക്റ്റ് വൈവ ഡേറ്റുകൾ പുനഃക്രമിച്ചു. 6ാം സെമസ്റ്റർ BSc ജിയോളജിയുടെ അതേപോലെ തന്നെ BSc ഫിസിക്സിൻ്റെ പരീക്ഷാ ഫീസ്. 2-4 സെമസ്റ്റർ BPEd 4 വർഷ ഇന്നോവേറ്റീവ് കോഴ്സിൻ്റെ ടൈം ടേബിൾ. 1ാം സെമസ്റ്റർ ന്യൂജൻ ഡബിൾ മെയിൻ BA BSc BCom റെഗുലർ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 1ാം സെമസ്റ്റർ ന്യൂജൻ കോഴ്സ് BA BSc BCom ഡബിൾ മെയിൻ അതിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. പരീക്ഷാ ഫീസ് 3ാം സെമസ്റ്റർ 2018 സ്കീമിൻ്റെ റെഗുലർ, അതായത് 2022 അഡ്മിഷൻ ഇംപ്രൂവ്മെൻറ്റ്, 21 അഡ്മിഷൻ സപ്ലിമെൻ്ററി. 5ാം സെമസ്റ്റർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി BHM പരീക്ഷ. MBA ഫുൾ ടൈം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്. ലൈബ്രറി സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇഗ്നോയിൽ അഡ്മിഷൻ. 4 വർഷ ബിരുദ കോഴ്സ്. 1ാം വർഷ ബിരുദ കോഴ്സിന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ: 2.5 വർഷം കൊണ്ട് ഡിഗ്രി നേടാനുള്ള അവസരമുണ്ട്. 4 ഇയർ കോഴ്സിൽ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, വെറൈറ്റി ഓഫ് കോഴ്സുകളുണ്ട്, ഫാസ്റ്റ് ട്രാക്ക് റിസൾട്ട് ഉണ്ട്. അതിലെ ക്യാമ്പസിലെ 4 ഇയർ കോഴ്സിൻ്റെ വിവിധ സബ്ജക്റ്റുകളും മൈനറും മേജറും ഒക്കെ വന്നിട്ടുണ്ട്. പരീക്ഷാഫലം വിദൂര വിദ്യാഭ്യാസ MSc മാത്തമാറ്റിക്സ് 4th സെമസ്റ്റർ 3rd സെമസ്റ്റർ റിസൾട്ട് വന്നു. കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന് 4ാം സെമസ്റ്റർ BTech റിസൾട്ട് വന്നു. പരീക്ഷാ വിജ്ഞാപനം 3ാം സെമസ്റ്റർ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ പരീക്ഷാ ഫീസ് തീയതി പുനഃക്രമീകരിച്ചു. BA അബ്സുല്ലാമ ആനുവൽ പരീക്ഷാ ഫീസ്. 2ാം സെമസ്റ്റർ MBA ലൈബ്രറി സയൻസിൻ്റെ കോഴ്സ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പ്രോജക്റ്റ് വൈവ 6ാം സെമസ്റ്റർ മാത്തമാറ്റിക്സിൻ്റെ നമ്മൾ കണ്ടു. പ്രോജക്റ്റ് വൈവ 10ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് BA LLB BCom LLB BBA LLB പരീക്ഷ. 3ാം സെമസ്റ്റർ MSc ഹോം സയൻസ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് പരീക്ഷയുടെ വൈവ ഡേറ്റ്. വിദൂര വിദ്യാഭ്യാസത്തിൻ്റെ 6ാം സെമസ്റ്റർ BBA. 5-6 സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് BCA ഡിഗ്രി. ടൈം ടേബിൾ മെയ് 29 ആരംഭിക്കുന്ന 4ാം സെമസ്റ്റർ BPEd 2 വർഷ കോഴ്സിൻ്റെ. 7ാം സെമസ്റ്റർ പഞ്ചവത്സര MBAയുടെ. 3ാം സെമസ്റ്റർ MBA ട്രാവൽ ആൻഡ് ടൂറിസം. ഫസ്റ്റ് സെമസ്റ്റർ MSW മേഴ്സി ചാൻസ് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. പ്രവേശന പരീക്ഷ പഠന വകുപ്പുകളിലെ ബിരുദ കോഴ്സുകളിലേക്ക്. പ്രാക്ടിക്കൽ 6ാം സെമസ്റ്റർ BCom അക്കൗണ്ട് ആൻഡ് ഡാറ്റാ സയൻസ് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ന്യൂജൻ ഡബിൾ മെയിൻ ഡിഗ്രിയുടെ പ്രോജക്റ്റ് വൈവ ഡേറ്റ് ടൈം ടേബിളായിട്ട് വന്നിട്ടുണ്ട്. 6ാം സെമസ്റ്റർ BA ഇംഗ്ലീഷ് ആൻഡ് മീഡിയ സ്റ്റഡീസ് BA എക്കണോമിക്സ് ആൻഡ് മീഡിയ സ്റ്റഡീസ് ന്യൂജൻ പരീക്ഷയുടെ വന്നിട്ടുണ്ട്. 3ാം സെമസ്റ്റർ MSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രാക്ടിക്കൽ ഡേറ്റ്. 3ാം സെമസ്റ്റർ CBSE മ്യൂസിക് പരീക്ഷയുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ. ടൈം ടേബിൾ മെയ് 27 ആരംഭിക്കുന്ന 1ാം സെമസ്റ്റർ BDS, ജൂൺ 10 ആരംഭിക്കുന്ന 8ാം സെമസ്റ്റർ BDS പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ജോബ് ഫെയർ. പരീക്ഷാഫലം 4ാം സെമസ്റ്റർ MSW ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ MA എക്കണോമിക്സിൻ്റെ MSc ബോട്ടണി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എത്നോബോട്ടണി ആൻഡ് എത്നോഫാർമറ്റോളജി റിസൾട്ടുകൾ വന്നു. പരീക്ഷാ വിജ്ഞാപനം 1ാം സെമസ്റ്റർ MSW മേഴ്സി ചാൻസിൻ്റെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് 7ാം സെമസ്റ്റർ BTech റെഗുലർ.
6ാം സെമസ്റ്റർ BA എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലിറ്ററേച്ചർ ന്യൂ ജെൻ ഡബിൾ മെയിൻ ഡിഗ്രി പരീക്ഷയുടെ പ്രോജക്റ്റ് വൈവ ഡേറ്റുകൾ അതിൻ്റെ ടൈം ടേബിളായിട്ട് വന്നിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധന 5ാം സെമസ്റ്റർ BCOMൻ്റെ പ്രവേശന പരീക്ഷ തീയതി നീട്ടി. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലം 1ാം സെമസ്റ്റർ LLM പരീക്ഷയുടെ സൂക്ഷ്മ പരിശോധന, 9ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് LLB പരീക്ഷയുടെ സൂക്ഷ്മ പരിശോധന, ഒക്ടോബറിൽ നടത്തിയ 3ാം സെമസ്റ്റർ BCOM 4ാം സെമസ്റ്റർ BCOM പരീക്ഷയുടെ സൂക്ഷ്മ പരിശോധന. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.